ഗൈസ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇങ്ങോട്ടാന്ന് വരെ ഗസ് ഉണ്ടോ നിങ്ങൾക്ക്? നമ്മൾ എങ്ങോട്ടാണ് എത്തിയിരിക്കുന്നത് പറയൂ? ഫാത്തിമ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫാത്തിമയ്ക്ക് എത്തിയിരിക്കുകയാണ്. ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട്. ഗൈസ് കുറേ ആൾക്കാരുണ്ട്, നമ്മളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുൾ ഓഫ് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. എല്ലാവരും വൈറ്റ് ഡ്രസ്സാണ്. സോ ഗൈസ് പെറ്റ്സ് അലൗഡ് അല്ല, പെറ്റ്സ് അലൗഡ് അല്ല, അത് കാരണം അങ്ങനെ വെച്ചു. അപ്പോൾ ഞാൻ ക്യാമറ ഒക്കെ പിടിച്ച് പോകണം. ഇത് എന്ത് ചെയ്യുന്ന ഫുഡ് പ്രൊമോഷൻ എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ ഫാത്തിമയ്ക്ക് നടക്കാനുള്ള വഴിയിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഫാത്തിമയ്ക്ക് വരുമ്പോൾ മാക്സിമം ബസ്സിൽ വരെ ശ്രദ്ധിക്കുക. ബിക്കോസ് കാറിൽ വരുമ്പോൾ ഇവിടെ പാർക്കിംഗ് ഇട്ട് 2-3 കിലോമീറ്റേഴ്സ് പോകണം. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ കുറേ സമയം പോകും അതിന്. അപ്പോൾ ഞങ്ങൾ വന്നത് ബസ്സിലായിരുന്നു കേട്ടോ. സോ ഗൈസ് ഇവിടെ ഇപ്പോൾ പാർക്ക് ചെയ്യാൻ ബസ്സുകൾ സ്റ്റോപ്സും പിന്നെ പാർക്കിങ്സ് ആയതുകൊണ്ട് ഇത്രയ്ക്കൊക്കെ പാർക്കിങ്ങേ ഉള്ളൂ. അവിടെയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇവിടെ പൊരിഞ്ഞ വെയിലാണ്. ഞാൻ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ചെറുതായിട്ടൊന്ന് തെറ്റും. അപ്പോൾ ഗൈസ് ഫാത്തിമാതാവിൻ്റെ പള്ളിയിലെ മാർപ്പാപ്പന്മാരിലെ ഏറ്റവും കൂടുതൽ പള്ളി സന്ദർശിച്ചിട്ടുള്ളത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. 4-5 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ആളുടെ സ്റ്റാച്ചു ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സ്റ്റാച്ചു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഫാത്തിമാതാവിൻ്റെ പള്ളിക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ കുർബാനയൊക്കെ പുറത്താണ് നടക്കുന്നത്. നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ പള്ളി ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. പിന്നെ കുറേ ടൂറിസ്റ്റും ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പള്ളിയുടെ ഉള്ളിൽ പുറത്ത് കുർബാന നടക്കുന്നതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് പോവുകയാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ പുറത്ത് കുർബാന കാണാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അജ്ഞതവെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്നിട്ട് ഞങ്ങളത് നെറ്റിമേ കുരിശിറക്കിയായിരുന്നു ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോണ വഴിക്ക് ഓഫറിങ്സ് എന്ന് പറയും, അതായത് നേർച്ച ഇടാൻ വേണ്ടിയിട്ട് QR കോഡ് കൊടുത്തിട്ടുണ്ട്. ATMൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോയിൻസ് ഇടാം, അങ്ങനെയുള്ള ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ കയറുന്നതും പോകുന്നതുമായിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ശബ്ദം മീൻസ് കുർബാന പുറത്ത് നടക്കുന്നത് കേട്ടോ. നിങ്ങൾ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇനിയും കൊട്ടിട്ടുള്ളവരെല്ലാവരും 4-5 ദിവസം എടുത്തിട്ട് വീട്ടിൽ നിന്ന് നടന്നിട്ട് ഫാത്തിമാതാവിൻ്റെ അവിടേക്ക് വന്നുള്ളവരാണ്. ഈ വൈറ്റ് ടൈൽസിൻ്റെ